നമസ്കാരം. നമ്മുടെ സമൂഹത്തെ വളരെ ഗൗരവമായി ബാധിക്കുന്ന ഒരു വിഷയം, അത് പറയാതെ പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങളിത് കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം. സ്വന്തം പേര് തെറ്റുകൂടാതെ എഴുതാൻ അറിയാത്ത കുട്ടികളാണ് ഫുൾ A+ വാങ്ങി പുറത്തേക്ക് പോകുന്നത് എന്നാണ് വിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പറഞ്ഞത്. ഇത് ഒരു തരത്തിൽ ആത്മവിമർശനം തന്നെയായിരുന്നു. പക്ഷെ കുട്ടികളെ പരാജയപ്പെടുത്തി യാന്ത്രികമായി ഗുണം വർദ്ധിപ്പിക്കുക എന്നത് സർക്കാർ നയമല്ല എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ മറുപടി. ജയിക്കാൻ അല്പം പോലും സാധ്യതയില്ല എങ്കിലും കുട്ടി ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയാൽ ആ നമ്പറിന് വരെ മാർക്ക് കൊടുത്ത് ജയിപ്പിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ശരിയാണ്. കാരണം നിങ്ങൾ കുട്ടികളെ ഒരിക്കലും പരാജയപ്പെടുത്തുന്നില്ല, അവരിലൂടെ രൂപമെടുക്കുന്ന മുതിർന്നവരെയാണ് നിങ്ങൾ പരാജയപ്പെടുത്തുന്നത്. ജീവിതത്തിൽ അവന്റെ വിജയിക്കാനുള്ള സാധ്യതകളെയാണ് നിങ്ങൾ പരാജയപ്പെടുത്തുന്നത്. ഫുൾ A+ വാങ്ങിയാലും ഒരു പ്രശ്നം വരുമ്പോൾ ആത്മഹത്യയിലേക്ക് എടുത്തു ചാടുന്ന കുട്ടികളെ സൃഷ്ടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. പ്രധാന അധ്യാപകനെ പോലും ബഹുമാനിക്കാത്ത, അവരെ കയ്യേറ്റം ചെയ്യാൻ മുതിരുന്ന കുട്ടികളെയാണ് നിങ്ങൾ രൂപപ്പെടുത്തി പുറത്തേക്ക് വിടുന്നത്. ക്വാണ്ടിറ്റി കൂടുമ്പോൾ ക്വാളിറ്റി കൂടുമെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? കിറ്റ് കൊടുത്ത് ഒരു സമൂഹത്തെ പാട്ടിലാക്കിയതുപോലെ വാരിക്കോരി മാർക്ക് കൊടുത്ത് വിദ്യാർത്ഥികളെ പാട്ടിലാക്കുമ്പോൾ 100% വിജയത്തിന്റെ രാഷ്ട്രീയ അജണ്ട അവതരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് മിസ്റ്റർ ശിവൻകുട്ടി. അങ്ങനെ നിങ്ങൾ തോൽപ്പിക്കുന്നത് ഒരു നാടിനെയും അതിന്റെ പ്രതീക്ഷയുമാണ്. പഠിച്ചില്ലെങ്കിലും ജയിക്കും, പിന്നെ പഠിച്ചാലെന്ത് പഠിച്ചില്ലെങ്കിലെന്ത് എന്ന് ചിന്തിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടി മത്സര പരീക്ഷകളിൽ അമ്പേ പരാജയമാകുന്നു. പഴയ DPEPയുടെ പ്രേതത്തെ തോളിട്ടുകൊണ്ട് തന്നെ പുസ്തകം വായിച്ചു പഠിക്കേണ്ട, അത് ഗ്രഹിച്ചാൽ മതിയെന്നാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വികലമായ വിദ്യാഭ്യാസ ചിന്താഗതികൾ. അതായത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണെന്ന് കുട്ടികളോട് ചോദിച്ചു എന്നിരിക്കട്ടെ. ഒരു കുട്ടി ഉത്തരം പറഞ്ഞു ജവഹർലാൽ നെഹ്റു എന്ന്. ഒരു കുട്ടി അത് മോത്തിലാൽ നെഹ്റുവിന്റെ മകനാണെന്നും മറ്റൊരാൾ ഇന്ദിരയുടെ അച്ഛനാണെന്നും പറഞ്ഞു. ഇത് മൂന്നും ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണ്. സർക്കാരിന്റെ നിയമമനുസരിച്ച് കുട്ടികൾ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ പേര് ഓർമ്മയിലില്ല എന്ന് മാത്രം. ഇതിൽ ഏത് കുട്ടിയാണ് മിടുമിടുക്കൻ എന്ന് ചോദിച്ചാൽ നെഹ്റു എന്ന് പറഞ്ഞ കുട്ടി തന്നെയാണ്. പക്ഷേ മറ്റുള്ള 2 പേരും എന്തൊക്കെയോ ധരിച്ചു വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അവർക്കും കൊടുത്തു സർക്കാർ 2 മാർക്ക്. അങ്ങനെ 3 പേരും ഫുൾ A+ നേടി പുറത്തേക്ക് പോയി. അനാവശ്യ മത്സരം ഒഴിവാക്കാനാണെന്നാണ് സർക്കാരിന്റെ വികലമായ വാദം. എന്താണ് ഈ അനാവശ്യമായ മത്സരം? ഈ കുട്ടികൾ ജീവിതത്തിൽ ഒരിക്കലും ഒരു മത്സരത്തെയും നേരിടേണ്ടി വരില്ല എന്നുണ്ടോ? UPSC എക്സാം ഒരു മത്സര പരീക്ഷയല്ല എന്നുണ്ടോ? എൻട്രൻസ് എക്സാം ഒരു മത്സര പരീക്ഷയല്ലേ? PSC ഒരു മത്സര പരീക്ഷയല്ല എന്നുണ്ടോ? ഒരു വിദ്യാർത്ഥി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ നിരവധിയായ മത്സരങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. ഇവിടെയെല്ലാം കുട്ടിക്ക് അറിവുണ്ടോ എന്ന് തന്നെയാണ് പരിശോധിക്കപ്പെടുന്നത്. ഓർമ്മശക്തി പരിശോധനയാണ് നടക്കുന്നത്, അല്ലേ? പക്ഷെ ഈ ഓർമ്മശക്തി പരിശോധിക്കപ്പെടേണ്ടതല്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഗ്രഹിച്ചാൽ മതിയത്രേ. UPSC പരീക്ഷയിൽ 80% മാർക്കും ഓർമ്മശക്തി പരിശോധനയ്ക്ക് തന്നെയാണ്. കറണ്ട് അഫയേഴ്സിലും ഓർമ്മശക്തി പരിശോധന തന്നെയാണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ കലാലയത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ മത്സര പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ അവരുടെ ഓർമ്മയിൽ ഒന്നുമില്ല. ആത്മവിശ്വാസമില്ലാതെ അവർ പരാജയപ്പെട്ട് പുറത്തേക്ക് വരുന്നു. ഈ രീതിയിൽ കേരളത്തിലെ കുട്ടികളെ ആക്കി മാറ്റിയതിന്റെ പ്രധാന കാരണം ഇടതുപക്ഷം മുന്നോട്ട് വെച്ച വികലമായ വിദ്യാഭ്യാസ നയം ഒന്നുകൊണ്ട് മാത്രമാണ്. അധ്യാപകരോട് കുട്ടികൾക്ക് വാരിക്കോരി മാർക്ക് കൊടുക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അങ്ങനെ വാരിക്കോരി മാർക്ക് കൊടുത്ത് അധ്യാപകരെ വെറും കൂട്ടിക്കൊടുപ്പുകാരാക്കി മാറ്റി കേരളത്തിന്റെ ഈ സർക്കാർ. എന്ത് വൃത്തികേട് കാണിച്ചാലും ഒന്നും പഠിച്ചില്ലെങ്കിലും ജയിക്കും, പിന്നെ എന്തിനാണ് ഞാൻ അധ്യാപകനെ ബഹുമാനിക്കുന്നതെന്ന് കുട്ടികൾ ചിന്തിച്ചു തുടങ്ങിയതും അതുകൊണ്ട് തന്നെയാണ്. ഇന്നൊരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ 50 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 3-4 പേർ എഴുന്നേറ്റാലായി. ഇതൊരു ചെറിയ മാറ്റമാണോ? എല്ലാത്തരം മൂല്യങ്ങളും സ്കൂളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. പണ്ടത്തെ അധ്യാപകന്റെ കയ്യിൽ നിന്ന് ചൂരൽ കഷായം കിട്ടാത്ത എത്ര പേരുണ്ടാകും നമ്മളിൽ? അധ്യാപകൻ അടിച്ചില്ലെങ്കിൽ അപ്പൻ അടിക്കുമായിരുന്നു. ശിക്ഷയും കൊടുക്കുന്ന ഇടമായിരുന്നു പള്ളിക്കൂടങ്ങൾ. അധ്യാപകരിൽ നിന്നും ശിശു സംരക്ഷകർ എന്ന വ്യാജ സംരക്ഷകർ സൈക്കോളജിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമായി വടിയെടുത്തു കളഞ്ഞു. അതോടെ ശിക്ഷയില്ലാതായി. എന്നിട്ടെന്തായി? ശിക്ഷണത്തിലെ ശരിയും തെറ്റും ഇല്ലാതായി. ശരിയുടെയും തെറ്റിന്റെയും ഇടയിലെ അതിർവരമ്പുകൾ ഇല്ലാതായി. ഒരു കാര്യം ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ അത് തെറ്റാകാം. തെറ്റിനെ ശരിയായി വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട ഗതിയായി അധ്യാപകർക്ക്. ഈ പരമമായ സത്യമാണ് വിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പറഞ്ഞു വെച്ചത്. ഇത്
സമൂഹത്തിൽ ഒരു പുനർചിന്തയ്ക്ക് വഴിതെളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പറയാൻ മടിച്ച, പേടിച്ച ഒരു സത്യത്തെ ഈ മനുഷ്യൻ കേരളത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ കേരള സമൂഹം തയ്യാറാവണം. അയാളെ രക്തസാക്ഷിയാക്കുന്ന ശിവൻകുട്ടി മാധുരിയോടൊപ്പം നിൽക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇത് നമ്മുടെ കുട്ടികളുടെ പ്രശ്നമാണ്, നമ്മുടെ ഭാവിയുടെ പ്രശ്നമാണ്. നിലനിൽക്കുന്ന ജീർണതയെ അതിന്റെ പാരമ്യത്തിലെത്തിക്കാൻ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന വലിയൊരു ദുരന്തം കൂടി കുഞ്ഞുങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ ശിവൻകുട്ടിയെ വിദ്യാഭ്യാസ മന്ത്രിയായി വെച്ച് കേരളത്തെ അപമാനിച്ച ഒരു സർക്കാരുമുണ്ട്. ഈ സർക്കാർ നാടൊട്ടുക്കും സ്കൂളൊട്ടുക്കും കൗൺസിലർമാരെ വെച്ചു, ശിശു സംരക്ഷകരെ വെച്ചു, SSK, BRC, DRC, വിദ്യാകിരണം, അങ്ങനെ എന്തെല്ലാം പരിഷ്കാരങ്ങൾ നടത്തി. അതിന്റെ എല്ലാം തലപ്പത്ത് പാർട്ടി അനുഭാവികളെ തിരികെ കയറ്റി ഇടമുണ്ടാക്കാനുള്ള ഒരു വകയും അതുവഴി വകയുണ്ടാക്കാനുള്ള ഒരു ഇടവുമാക്കി വിദ്യാഭ്യാസ മേഖലയെ CPM മാറ്റി. പക്ഷേ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല. വഴിപിഴച്ചു പോകുന്ന കുട്ടികൾക്കും ഒരു കുറവില്ല. കഞ്ചാവും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്ന കുട്ടികൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ശിക്ഷയും വേണം, ശിക്ഷണവും വേണം. മൂല്യബോധമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തിരികെ ലഭിക്കണം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, അങ്ങ് വിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ് പറഞ്ഞത് ഒരു ആത്മവിമർശനമായി എടുത്ത്, ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിനെ രക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.